ഹലോ. വെക്കേഷനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുടെ മോനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കാലത്ത് അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോയി. ഭയങ്കര നല്ലൊരു രസമാണ് കേട്ടോ അവിടെ കാണാൻ. നിറയെ കാടുകളും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാടിൻ്റെ ഒരു ഉള്ളിൽ ഒരു അമ്പലം എന്നൊക്കെ പറയാം. അവിടെ വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ മൊത്തം ഇങ്ങനെ കുന്നുകളും മലകളും ഒക്കെ പോലത്തെ ഉള്ള സ്ഥലമാണ്. തിരുവനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്, ഈ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ 1-2 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിന്. ഞങ്ങളൊക്കെ പോയിരുന്ന സമയത്ത് ഉള്ളതിനേക്കാളും കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിന്. അന്നൊക്കെ അവിടെ സ്ഥിരമായൊരു പൂജാരി ഇല്ലാത്ത കാരണം പല പല സമയങ്ങളിൽ പെട്ടെന്ന് അടയ്ക്കുക, നേരത്തെ തുറക്കുക, നേരത്തെ അടയ്ക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ടൊരു തിരുമേനിയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ ഈ സർപ്പത്തിൻ്റെ അവിടെയൊക്കെ എന്താ പറയുക, നാഗത്തറയൊക്കെ കുറേ ഉയർത്തി കെട്ടി അവിടെ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാകെ. അതിൻ്റെയൊക്കെ ശേഷം ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്ന് തൊഴുന്നത്. അവിടെ എല്ലായിടത്തും ചുറ്റി നടന്ന് തൊഴുതു. അതിന് ശേഷം ഇതാ അതിൻ്റെ പുറത്ത് അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഈ സർപ്പത്തറയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് അയ്യപ്പ ക്ഷേത്രം. അങ്ങനെ അവിടെയൊക്കെ തൊഴുതു. ഇതാ ഞങ്ങൾ പുറത്തേക്ക് കിടന്നപ്പോഴാണ് അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. ഇതാ ഒരു പെൺമയിലിട്ടോ. ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും അത് സ്പീഡിൽ പറന്നുപോയി. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുളമുണ്ട്, അതിൻ്റെ ബാക്കിലേക്ക് ചാടി. അപ്പോൾ നോക്കുമ്പോൾ ഒന്നല്ല, വേറെ 1-2 ആൾക്കാർ കൂടി ഉണ്ട് കേട്ടോ. അതാ കണ്ടോ മതിലിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മരങ്ങളും ഒക്കെ തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ്. മലകളും കുന്നുകളൊക്കെ പോലെയുള്ള ഒരു സ്ഥലമാണ്. കുന്നുകളാണ് അധികം, മലകളല്ല, കുന്നുകളാണ്. അപ്പോൾ അവിടെയൊക്കെ നിറയെ മയിലുകളൊക്കെ കാണാം. അതിനുശേഷം ഞാനിതാ കുളത്തിലേക്ക് ഇറങ്ങി പോവാണ്. കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി ഞങ്ങൾ നോക്കി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ക്ഷേത്രക്കുളങ്ങളൊക്കെ, ഒട്ടുമിക്ക കുളങ്ങളും കുറേ കൽപ്പടവുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു പോകുന്ന വഴിക്ക് കാട്ടുമുല്ലയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല സ്മെല്ല് ചെയ്തു. ഭയങ്കര ഒരു സ്മെല്ലാണതിന്. അത് കുറേ പൊട്ടിച്ച് നോക്കി, സ്മെല്ല് ചെയ്യുകയൊക്കെ ചെയ്തു. കുറേ നാളായി കാട്ടുമുല്ലയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ദോശയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 1-2 ദോശയൊക്കെ കഴിച്ചു. ഞാനും അനന്തൂട്ടനും കൂടിയാണ് കേട്ടോ. ബാക്കി എല്ലാവരും കഴിച്ചിരുന്നു. പിള്ളേരൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പാടത്തു കൂടെയൊക്കെ കുറച്ചിങ്ങനെ നടന്നു പോകേണ്ട കാരണം കൊണ്ടുപോയില്ല. പിന്നെ ഞങ്ങളെ മാമൻ്റെ വീട്ടിൽ പോയി. രണ്ടാമത്തെ മാമനാണ് കേട്ടോ എൻ്റെ, മറ്റേ മാമൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടെ ഞങ്ങളെ മെയിൻ ആൾക്കാർ അബിക്കുട്ടനും അനുമോളില്ല. അബിക്കുട്ടൻ ഇപ്പോൾ ബഹ്റൈനിലാണ്. അനുമോള് എക്സാമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അതവിടെ പോയാൽ മെയിനായിട്ട് ഇങ്ങനെ ആടുന്ന കസേരയുണ്ട്. ഞാൻ അതിലിരുന്ന് ഇങ്ങനെ ആടും. പിന്നെ നമ്മുടെ അമ്മ ഉണ്ടായിരുന്നു, ഹർഷ. അവൾ 2 ദിവസത്തിന് വീട്ടിലേക്ക് വന്നിരുന്നു. മേമയുടെ മോളാണ്. ഇത് അവളുടെ കുട്ടിയാണ്, ആമിക്കുട്ടി. അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ കുറേ ഇരുന്ന് കുശലം പറഞ്ഞു കേട്ടോ. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന അവസരം. അപ്പോഴേക്കും ആമിക്കുട്ടി എണീറ്റു. അപ്പോൾ ഇതാ ലച്ചുവും കുഞ്ഞാറ്റയൊക്കെ പോയി തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. ആമി പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായില്ല, എന്നാലും പിന്നെ ഓക്കെ. അപ്പോഴേക്കും ഞങ്ങൾ അബിക്കുട്ടൻ വിളിച്ചിരുന്നു. അബിക്കുട്ടൻ്റെ വക ഞങ്ങൾ ഗൾഫിലേക്ക് പോയതിന് ശേഷം ഞങ്ങൾക്ക് ട്രീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നിന്ന് ഒരു അടിപൊളി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് ബിരിയാണി ഓർഡർ ചെയ്തു. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ടാണ് മാമനും അമ്മായി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തും ചീത്ത കേൾക്കും, എന്നാലും വേണ്ടില്ല. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാതിരിക്കില്ലല്ലോ. നമ്മളെ മാമൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കഴിക്കാതെ പോവും. കോഴിമുട്ടയൊക്കെ സ്പെഷ്യലായിട്ട് അമ്മായി പുഴുങ്ങിയൊക്കെ വെച്ചിരുന്നു കേട്ടോ ബിരിയാണിയുടെ കൂടെ. പിന്നെ അച്ചാറും സാലഡൊക്കെ ആയിട്ട് നല്ലൊരു പിടുത്തങ്ങട് പിടിച്ചു. അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അവിടെ അവരെല്ലാവരും വാങ്ങിക്കാറുണ്ട്. അടിപൊളി ഫുഡാണെന്നൊക്കെ പറഞ്ഞത്. ബിരിയാണി നല്ല മസാലയൊക്കെ ആയിട്ട് സൂപ്പർ, ചിക്കനൊക്കെ ദം ബിരിയാണി, നല്ല സൂപ്പർ ദം ബിരിയാണി. കണ്ട ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പോഴിതാ അത് കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്, ഇപ്പോഴാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴും ആ ബിരിയാണി കാണുമ്പോൾ വായിൽ വെള്ളം ഊറുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ, അബിക്കുട്ടനെ കാണിക്കാൻ വേണ്ടി, അബിക്കുട്ടനെ അയക്കാൻ വേണ്ടിയിട്ട്. ഞാൻ, അനന്തൂട്ടയും, ഗായത്രി, കുഞ്ഞാറ്റ, ലച്ചു, ദീപേച്ചി, അമ്മു, കുട്ടി, മാമൻ, അമ്മായി. മാമൻ ചോറാണ് കഴിച്ചത്. മാമൻ പയറുപ്പേരി മീൻകറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ലച്ചൊക്കെ ഭയങ്കരമായി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അഭിമാമൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാറ്റേനെ പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കണം.
ഗായത്രി അനന്തൊക്കെ ഭയങ്കര സ്ലോ മോഷനിലൊക്കെ കഴിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ. അതിന് ശേഷം അതാ അവരവിടെ പോയിരുന്നു. അപ്പോഴേക്കും അവർക്ക് എന്തൊക്കെയോ സ്വീറ്റ്സൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ബിരിയാണിൻ്റെ ശേഷം മെമ്പറൈസിൻ്റെ ഐസ് ഉണ്ടായിരുന്നു, ടെൻഡർ കോക്കനട്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാൻ. അത് നമ്മുടെ തിരൂരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ കഴിക്കാറുണ്ട്. ഇതാ എല്ലാവരും ലച്ചുട്ടി പ്ലേറ്റിലൊക്കെ എടുത്തോടുന്ന ഗംഭീര കഴിക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗായത്രി കുട്ടി എല്ലാവരും ഇത് അടിപൊളി മെമ്മറൈസിൻ്റെ ഒരുപാട് അത് തുറക്കേണ്ട താമസം സംഭവം കാലിയായിപ്പോയി. അപ്പോൾ എന്തായാലും അബിക്കുട്ടന് ഭയങ്കരമായിട്ടൊരു താങ്ക്സ്. നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ഐസൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ തിരിച്ച് പോകുന്നു. അമ്മുക്കുട്ടീനെയൊക്കെ എടുത്തു, ലച്ചുവിനെ അനന്തുട്ടനെടുത്തു. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ അവിടുന്ന് തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് നടന്നു പോവാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എടപ്പാളൊന്ന് പോയി. ചേച്ചിക്ക് 2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ബൈക്കിൽ പോയി. എടപ്പാൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓവർ ബ്രിഡ്ജൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ്. പണ്ട് നമ്മൾ വിലസി നടന്നിരുന്ന എടപ്പാളൊന്നുമല്ല. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെയൊക്കെ അത്രയും പരിചിത ഒരു സ്ഥലമായിരുന്നു എടപ്പാൾ. ഇപ്പോൾ ഒരുപാട് കാലങ്ങളായി നമ്മൾ ആ റൂട്ടൊക്കെ പോയിട്ട്. വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ടൊന്നും പോകാറില്ല. വീട്ടിലൊക്കെ പോയി മാമൻ്റെ വീട്ടിലും അമ്മമ്മേനെ കാണാനൊക്കെ പോകാമെന്നല്ലാണ്ട് അങ്ങോട്ടൊന്നും പോകാറില്ല. ചേച്ചിക്ക് 2 സാധനങ്ങൾ, ഡ്രസ്സ്, എന്തോ ടോപ്പ് അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പുതിയ കടയിലൊക്കെ കയറി കേട്ടോ. പുതിയൊരു കടയിലൊക്കെ കയറി അവിടെ നോക്കി ഡ്രസ്സിൻ്റെ ബ്ലൗസ് പീസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാരിക്ക് മാച്ചായി ബ്ലൗസ് പീസൊക്കെ കാണും. അപ്പോൾ ഞങ്ങൾ ടോപ്പുകളൊക്കെ കണ്ടു. ടോപ്പിനൊക്കെ റേറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ടോപ്പൊക്കെ ഞങ്ങൾ വെച്ച് നോക്കി. വെറുതെ ഒരു രസം ഞങ്ങൾ നോക്കിയെന്നേ ഉള്ളൂ, വാങ്ങിക്കൊന്നും ചെയ്തില്ല. പെണ്ണുങ്ങളല്ലേ, അപ്പോൾ പിന്നെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ കാണുമ്പോൾ വെറുതെ വിടില്ലല്ലോ, ജസ്റ്റ് അത് നോക്കാണ്ട് പോവില്ല. അതിനുശേഷം തിരിച്ച് വീട്ടിലെത്തി. ഗായത്രി ആനക്കരയാണ് കേട്ടോ ചേച്ചിയുടെ വീട്. ആനക്കരയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോയി. അവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ വേഗം അവൾക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പൂട്ടൂർ ആനക്കരയാണ് അവളുടെ വീട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചതാ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെയൊക്കെ പോവാണ്. ഗായത്രി കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. കുമ്പിടിയാണ് അവരെ ഡാൻസ് ക്ലാസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പാളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ അനുമോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അവൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരുന്നു, ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാ അനുമോളുടെ കൂടെ നമ്മുടെ കുഞ്ഞാറ്റ ഉണ്ട്. കുഞ്ഞാറ്റ അവളുടെ പിന്നിലിരിക്കുന്നത്. ഞാനും ദീപേച്ചിയും കൂടി ഫ്രണ്ടിലൊരു ബൈക്കിൽ ലച്ച് ഞങ്ങളുടെ ഇടയിലിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അനുമോളും കുഞ്ഞാറ്റയും ബൈക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഡാൻസ് ക്ലാസ് ഭയങ്കര രസമാണ്. ഒരു ഇല്ലത്തൊക്കെയാണ് അവർ ഡാൻസ് പഠിക്കുന്നത്. മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഡാൻസ് ക്ലാസ്സിനെയൊക്കെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ചുറ്റിലും നിറയെ പാടങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ എന്താ പറയുക, പന്നിയൂർ മഹാശിവക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, വരാഹമൂർത്തി ക്ഷേത്രമാണ് പന്നിയൂർ. ഭയങ്കര പ്രശസ്തമായൊരു അമ്പലമാണ്. അപ്പോൾ അതൊക്കെ കടന്നു കഴിഞ്ഞ് ഒരു പോക്കറ്റ് റോഡ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ആ റോഡ് വഴി നേരെ ചെല്ലുമ്പോൾ ഒരു പഴയ ഒരു ഇല്ലത്ത് നമ്മൾ എത്തിച്ചേരും. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. എന്താ പറയുക, പഴമ വിളിച്ചോതുന്ന പടിക്കെട്ടുകളും പടിപ്പുരകളൊക്കെ കടന്ന് ആ പഴയൊരു ഇല്ലത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്തു എന്ന് തന്നെ പറയാം. ലച്ചുത സ്വന്തമായി പടവുകളൊക്കെ കയറി പടിപ്പുരയിലൂടെ കടന്നു പോവാണ്. കുഞ്ഞാറ്റ അപ്പോഴേക്കും ഓടി മുന്നോട്ട് പോയിരുന്നു. കാരണം ഗായത്രി ചേച്ചി ഓൾറെഡി നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന്. അപ്പോൾ പിന്നെ അവൾ ചേച്ചി അവിടെ ഉണ്ട്. മാത്രമല്ല കുഞ്ഞാറ്റ ഒരു തവണ മുന്നേ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ആ പടിപ്പുരയൊക്കെ എന്താ രസമല്ലേ, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണാൻ പറ്റും. ആ പഴമ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവർ പുതുതായി വീട് തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു ഇല്ലം അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പടിപ്പുരയും എന്താ പറയുക തറവാടൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. നമ്മളതിലേക്ക് മുന്നോട്ട് പോകും തോറും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. കണ്ടില്ലേ, അവരുടെ ആ ഒരു വീടാണ് കാണുന്നത്, ഇല്ലം. അതിൻ്റെ ആ പഴയ ഇല്ലത്തിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ടാണ്, പൂമുഖത്ത് വെച്ചിട്ടാണ് അവർ ഡാൻസ് പഠിപ്പിക്കുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് ഒരുപാട് 60 വയസ്സിന് മുകളിലുള്ള ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ അവിടെ ഡാൻസ് പഠിക്കുന്ന കാഴ്ച നമ്മൾ അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ പറയാം. ഇത്ര ഏജ് ആയപ്പോഴേക്കും തന്നെ നമ്മൾക്കൊക്കെ കാലുവേദന, കൈവേദന, ഡാൻസ് ക്ലാസ്സിന് പോകണോ, കുട്ടികളെ കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഡാൻസ് പഠിക്കണം എന്നുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വേണ്ട, ഇനിയിപ്പോൾ എന്തെങ്കിലും കാലുവേദനയോ ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടും പിന്നെ ഒരു ചെറിയ മടി ഉള്ളിലുള്ളതുകൊണ്ടൊക്കെ നമ്മൾ എന്നെപ്പോലുള്ള പല ആളുകളും
ആളുകളും അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രായമായ ആൾക്കാർ ഡാൻസ് കളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോട് എന്താ പറയുക, ഒരു അസൂയയാണ് തോന്നിയത് കേട്ടോ. ഞാനത് അവിടെ പറയുകയും ചെയ്തു. നമ്മളൊക്കെ വന്നപ്പോൾ കളിക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കര ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ശരിക്കും എനിക്ക് നിങ്ങളോട് ഇവരെ കാണുമ്പോൾ അസൂയയാണ് തോന്നുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പ്രായം കുറഞ്ഞ കുട്ടികളും പ്രായക്കൂടുതലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പല വലിപ്പത്തിലുള്ള കുട്ടികളാണ്, എല്ലാവരും സമപ്രായക്കാരല്ല. അവരുടെ അധ്യാപിക അവരുടെ മുൻനിരയിൽ തന്നെ നിന്നുകൊണ്ട് അവരെ പാടിക്കൊണ്ട് തന്നെ അവരെ നൃത്തം അഭ്യസിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. ഞങ്ങളതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് പടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പടി തിണ്ണ എന്നൊക്കെ പറയില്ലേ ചിലർ, അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം അവരുടെ നൃത്തം പ്രാക്ടീസൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവിടെ പ്രായമായവരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഡാൻസുകളും കണ്ടിരുന്നു. അവർ നാട്ടടവ് തട്ടടവൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരത് കളിക്കുന്നുണ്ട്. കുറച്ച് കളിക്കുമ്പോൾ അവർക്ക് കിതപ്പൊക്കെ വരുന്നുണ്ടെങ്കിലും അതവർ കംപ്ലീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് കേട്ടോ. അവിടെ ആ ഒരു പഠിക്കാനുള്ള ഒരു മനസ്സ്, അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അടിപൊളിയാണ്. അപ്പോൾ അത് എടുത്തു പറയാതിരിക്കാൻ വയ്യാതാണ് ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. അവർ രണ്ട് പ്രായമായ ആൾക്കാരാണ്. അതിലൊരു ലേഡി പാട്ടും പഠിക്കുന്നുണ്ട്, ഡാൻസും പഠിക്കുന്നുണ്ട്. അയ്യോ, സംഭവം നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കേട്ടോ. ആനക്കര കുമ്പിടിയിലുള്ള ലക്ഷ്മി കലാക്ഷേത്ര എന്ന് പറയുന്ന നൃത്തവിദ്യാലയമാണ് കേട്ടോ അത്. അവിടെയാണ് അവർ നൃത്തം അഭ്യസിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരുപാട് നേരം വൈകിയിരുന്നു, സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞു. അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രേട്ടനൊക്കെ ആകാശത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.